എറണാകുളത്ത് നിന്ന് സിജോ വർഗീസ് ചേരുന്നുണ്ട്. സിജോ, വലിയ പൊട്ടിത്തെറി കണ്ടിട്ടുണ്ട് എറണാകുളത്ത്. ഏതാണ്ട് പഞ്ചായത്തിൽ തന്നെ ഇപ്പം ഉദയംപേരൂർ, മുളന്തുരുത്തി, ഒപ്പം തന്നെ ചോറ്റാനിക്കര ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ ഒരുപാട് വിമതരൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല രാജികൾ ഒരുപാട് കണ്ടു. വൈറ്റിലയിലൊക്കെ മത്സരം വലിയ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളിലേക്ക് കടന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു സിനിമാറ്റിക് മത്സരം കാഴ്ചവെക്കാനൊക്കെ ഉള്ള സാധ്യത കണ്ടതാണ്. ആ രീതിയിൽ വലിയ പൊട്ടിത്തെറികളും അഭിപ്രായ വ്യത്യാസങ്ങളും സീറ്റ് വിഭജനത്തിലെ തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ജില്ലയാണ്. ഇപ്പോൾ അവസാന ദിവസത്തേക്ക് അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി മുന്നണികളെ സംബന്ധിച്ച് സ്മൂത്ത് ആയിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഭീഷണിയായി ഇപ്പോഴും നിലനിൽക്കുന്നത്? കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ നടപടികൾ പൂർത്തിയാക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയും ആത്മവിശ്വാസവും എല്ലാം തന്നെ UDF-നുണ്ടായിരുന്നു. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി UDF-ന് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൊച്ചി കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ ഭരണം നഷ്ടപ്പെടാൻ ഇടയാക്കിയ ഒരു കാരണം UDF-നുള്ളിലെ വിമത നീക്കവും ഒപ്പം തന്നെ പാർട്ടിയിലെ അസ്വാരസ്യങ്ങളെല്ലാം തന്നെയായിരുന്നു. ഇക്കുറി കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ നിലവിൽ വിമതർ ഉണ്ട് ഉറപ്പായിരിക്കുന്നു. അതായത് കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസിന് മാത്രം 6 വിമത സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന് 2 വിമത സ്ഥാനാർത്ഥി ഉണ്ട്. കോൺഗ്രസിന് കോണം, ചുള്ളിക്കൽ, ഊരവേലി, ഒപ്പം തന്നെ പനയപ്പള്ളി, മനാശ്ശേരി, പെരുമ്പടപ്പ് ഡിവിഷനുകളിലാണ് ഇപ്പോൾ വിമത സ്ഥാനാർത്ഥികൾ ഉള്ളത്. ലീഗിന് കൽവത്തി, ചക്കമാടം ഡിവിഷനുകളിലും വിമത സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ കൽവത്തി ഡിവിഷനിൽ LDF-ൽ ഭിന്നതയുണ്ട്. INL സ്ഥാനാർത്ഥിക്കെതിരെ വിമത സ്ഥാനാർത്ഥി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ജില്ലാ പഞ്ചായത്തിൽ UDF-നേറ്റ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി, അതായത് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായിരുന്നു. കടമക്കുടി ഡിവിഷനിൽ അനായാസ വിജയം പ്രതീക്ഷിച്ചിരുന്നു UDF. കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കൂടിയാണ്, അതായത് UDF സ്ഥാനാർത്ഥിയായിരുന്ന LC ജോർജിന്റെ നാമനിർദ്ദേശ പത്രികയാണ് തള്ളിയത്. ഡെമ്മി സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താത്തത് വലിയ രീതിയിൽ തിരിച്ചടിയായി. നിയമ നടപടികൾ സ്വീകരിക്കും, അതുമായി മുമ്പോട്ട് പോകുമെന്നാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും മറ്റൊന്ന്, പെരുമ്പാവൂർ അശമന്നൂർ പഞ്ചായത്തിലാണ് LDF-നും UDF-നും വിമതർ ഉണ്ട്. 5-ാം വാർഡിൽ DYFIയുടെ മുൻ മേഖലാ പ്രസിഡന്റായിരുന്ന VS സുധീഷാണ് LDF സീറ്റിൽ വിമതനായി മത്സരിക്കുന്നത്. അശമന്നൂർ 3-ാം വാർഡിൽ രാജു കോടിയാട്ടിൽ UDF വിമതനായും മത്സരിക്കേണ്ട. ഒക്കൽ പഞ്ചായത്തിൽ UDF-ന് വിമതനുണ്ട്. NO ജോർജാണ് വിമത സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. പെരുമ്പാവൂർ നഗരസഭയിൽ UDF-നും LDF-നും വിമതനുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. 22-ാം വാർഡിൽ സാറാമ സണ്ണി LDF വിമതിയായി മത്സരിക്കുന്നുണ്ട്. 25-ാം വാർഡിൽ നിലവിലത്തെ കൗൺസിലർ മിനി ജോഷി UDF വിമതിയായി മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന് കോതമംഗലത്താണ്. കോതമംഗലം നഗരസഭയിൽ UDF കൗൺസിലർ ഷിബു കുര്യാക്കോസ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. 18-ാം വാർഡിൽ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. UDF ഘടകകക്ഷിയായ കേരള കോൺഗ്രസിന് നൽകിയ ഒരു സീറ്റാണ്. അവിടെ ആ സീറ്റിൽ ഇതുവരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ഷിബു കുര്യാക്കോസ് തയ്യാറായിട്ടില്ല. അപ്പോൾ തീർച്ചയായും വിമത സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. മറ്റൊന്ന്, CPM-ന് വലിയൊരു വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കോതമംഗലം പല്ലാരിമംഗലം പഞ്ചായത്തിൽ CPM-ന് വിമത സ്ഥാനാർത്ഥിയുണ്ട്. പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ OE അബ്ബാസ് വാർഡ് 11-ൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കഴിഞ്ഞ ദിവസം CPM-ൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി അവിടെ നിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ പല്ലാരിമംഗലം, ആരപ്പെട്ടി പഞ്ചായത്തുകളിലൊന്നും തന്നെ CPI-ക്ക് സീറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിമതർ നടത്തുന്ന നീക്കങ്ങളെ CPI പിന്തുണയ്ക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ LDF-ലും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ കൂടുതൽ ചിത്രം തെളിയുമ്പോൾ UDF-നും LDF-നും വിമത നീക്കം ഒരുപോലെ തലവേദനയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു പടി മുന്നിൽ വിമതര ശല്യം UDF-ന് തന്നെയാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ധന്യ. ശരി സിജോ.